പ്രൊമോട്ടർക്ക് കറക്റ്റ് 10 കൊല്ലത്തെ വിഷൻ ഉണ്ടോ? ആ വിഷൻ ഇംപ്ലിമെന്റ് ചെയ്താൽ സക്സസ് ആവുമോ? ഇത് ചെയ്യുന്നത് ബിസിനസ് അനാലിസ്റ്റാണ്. ആ ബിസിനസ് അനാലിസ്റ്റ് അങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ടുവന്ന് അത് മാർക്കറ്റിലേക്ക് വരുമ്പോഴാണ് ഇൻവെസ്റ്റർ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ആവുന്നതും ആ ഇൻവെസ്റ്റർക്ക് ഒരു ലാഭം ഉണ്ടാവും എന്ന് കാണുകയും ചെയ്യുന്നത്. മാരുതിയുടെ ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 0.1% മുതൽ, അതായത് ഒന്നുമില്ലാത്ത സ്റ്റേജ് മുതൽ ഇങ്ങനെ ഓരോരോ പ്രോസസ്സിലൂടെ കടന്ന് അവസാനം അത് 3 വേരിയൻ്റായി. ആ 3 വേരിയൻ്റ് പിന്നെ അവസാനം 7 കളറിലേക്ക് എത്തുമ്പോഴേക്കും എത്രമാത്രം മൈന്യൂട്ട് പോയിന്റ് കടക്കണം. വളരെ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടൈം ഈസ് ദ മാറ്റർ. ഏപ്രിൽ 2025 മാനേജ്മെൻറ്റിന് കിട്ടേണ്ട ഇൻഫർമേഷൻ സെപ്റ്റംബർ 2025 കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും പീരീഡ് ലാഗ് വന്നു ഡിസിഷൻ എടുക്കാനും കറക്റ്റീവ് മെഷേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാനും. അപ്പോൾ ഈ ബിസിനസ് അനാലിസിൻ്റെ റോള് റിയൽ ടൈമാണ്. സാർ, ഇപ്പോൾ ഞങ്ങൾ നിരന്തരം നമ്മൾ ഒത്തിരി ബിസിനസ്സുകാരെ കാണുന്നുണ്ട്. പല ഘട്ടങ്ങളും പലരും ഇതുപോലെ ബിസിനസ് അനാലിസിസ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും എന്താണ് ഈ ബിസിനസ് അനാലിസിസ്? ബിസിനസ് അനാലിസിസ് ആൻഡ് ബിസിനസ് അനാലിസ്റ്റ്. ബിസിനസ് അനലൈസ് ചെയ്യുന്ന ആളാണ് ബിസിനസ് അനാലിസ്റ്റ്. ബിസിനസ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത് കുറേ സംഭവങ്ങൾ വെച്ച് ആ ബിസിനസ് മേലേക്കാണോ, അല്ലെങ്കിൽ അതൊരു സ്റ്റാഗ്നന്റ് പൊസിഷനാണോ, അല്ലെങ്കിൽ അതൊരു ഡിക്ലൈനിങ് സ്റ്റേജിലേക്കാണോ പോകുന്നത് എന്ന് നിരീക്ഷിക്കുന്ന ആൾക്കാരാണ് ബിസിനസ് അനാലിസ്റ്റ്. ഇപ്പോൾ ഒരു പുതിയ IPO ഒക്കെ വരുന്ന സമയത്താണ് എങ്കിൽ ആ ബിസിനസ് അനാലിസ്റ്റിൻ്റെ ഒരു റോളുണ്ട്. അവരാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ഇവാലുവേഷൻ നടത്തിയിട്ട് ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്ററെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ കിട്ടുന്ന ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് ഫ്ലോയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയില്ലേ, കീറി മറിച്ച് നോക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അല്ലെങ്കിൽ സെഗ്മെൻ്റ് ആയിട്ട് നോക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, ആ വർക്ക് ചെയ്യുന്നയാളാണ് ബിസിനസ് അനാലിസ്റ്റ്. എന്തിനാണ് അവർ കീറി മുറിച്ച് ചെയ്യുന്നത്? അങ്ങനെ കീറി മുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ബിസിനസ് മുന്നോട്ട് നന്നായിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊമോട്ടർ പറയുന്ന കാര്യങ്ങൾ അവരൊരു വെറും ഒരു അസംഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു IPOക്കൊക്കെ പോകുന്ന സ്ഥാപനമാണ് എങ്കിൽ ബാലൻസ് ഷീറ്റ് അങ്ങ് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ടൊരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് ആക്യുറേറ്റ് ആണോ, അതിൻ്റെ അസംഷൻ ജസ്റ്റിഫയബിൾ ആണോ, അതായത് ആ പ്രൊമോട്ടർക്ക് കറക്റ്റ് 10 കൊല്ലത്തെ വിഷൻ ഉണ്ടോ, ആ വിഷൻ ഇംപ്ലിമെന്റ് ചെയ്താൽ സക്സസ് ആവുമോ? ഇത് ചെയ്യുന്നത് ബിസിനസ് അനാലിസ്റ്റാണ്. ആ ബിസിനസ് അനാലിസ്റ്റ് അങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ടുവന്ന് അത് മാർക്കറ്റിലേക്ക് വരുമ്പോഴാണ് ഇൻവെസ്റ്റർ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ആവുന്നതും ആ ഇൻവെസ്റ്റർക്ക് ഒരു ലാഭം ഉണ്ടാവും എന്ന് കാണുകയും ചെയ്യുന്നത്. ഇനി ഈ ബിസിനസ് അനാലിസിസിന് 3 പാർട്ടാണുള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയും. ഈ ഹൊറിസോണ്ടൽ പ്രധാനപ്പെട്ടതാണ് 3, ഒരുപാട് വേറെ ഉണ്ട്, പ്രധാനപ്പെട്ടതായിട്ട് 3 ആ 3 ഒന്ന് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. അതായത് കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മാസം, അതായത് 2024 ഏപ്രിൽ മാസം എത്രയാണ് ബിസിനസ് വന്നത്, എത്രയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്, എത്ര കോസ്റ്റ് വന്നു, ഏതെല്ലാം പ്രോഡക്റ്റ് പോയി, ഏതെല്ലാം പ്രോഡക്റ്റ് ആയിരുന്നോ അവിടെ സ്ലോ മൂവിങ് ആയി നിന്നത്, ഏതെല്ലാം പ്രോഡക്റ്റാണ് നോൺ മൂവിങ് ആയി നിന്നത്. ഈ ഒരു രീതിയിൽ 2024 ഏപ്രിലെ ഫിഗറും 2025 ഏപ്രിലെ ഫിഗറും ഇതേപോലെ തന്നെ എത്ര ബിസിനസ് വന്നു, എത്ര ചിലവ് വന്നു, അവിടെ എത്ര പ്രോഫിറ്റ് വന്നു, ഏത് പ്രോഡക്റ്റ് മൂവ് ചെയ്തു, ഏത് പ്രോഡക്റ്റ് നോൺ മൂവലായി, ഏത് പ്രോഡക്റ്റ് തീരെ മൂവ്മെൻ്റ് ഇല്ലാതെ നിന്നു, ഇങ്ങനെ 2 പീരീഡിലെ ഫാക്ട് വേണ്ട മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അവർക്ക് എന്താണോ വേണ്ടത് ആ വേണ്ട രീതിയിൽ അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് എങ്കിൽ അതിലൊരു പ്രൈം കോസ്റ്റ് ഉണ്ട്, 2 ഫാക്ടറി കോസ്റ്റ് ഉണ്ട്, 3 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, 4 കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ട്. പ്രധാനപ്പെട്ടതായിട്ടും എക്സ്പെൻസസ് കവർ ചെയ്യുന്ന ഈ 4 കക്ഷിയുണ്ട്. പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, അതേപോലെ തന്നെ
രണ്ടെണ്ണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് സെയിലും. ഇവിടെയെല്ലാം എക്സ്പെൻസസ് അബ്സോർഷൻ ഉണ്ട്. ഈ എക്സ്പെൻസസിൻ്റെ അപ്പോർഷൻ ഔട്ട്പുട്ട് യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്ത് ആ കോസ്റ്റ് എലമെൻറ്റ് ഓരോന്നും മൈന്യൂട്ടായിട്ട് അനലൈസ് ചെയ്ത് ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് മാരുതി എന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ അനലൈസിന് വിധേയമാക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എലമെൻറ്റും പ്രോഫിറ്റ് എലമെൻറ്റും കൂടെ കൂട്ടിയാൽ ഏകദേശം ഒരു 10,000 കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടാവും. ചില സ്ഥലത്ത് കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സ്ഥലത്ത് കോസ്റ്റും പ്രോഫിറ്റും ഉണ്ടാവും. ആ രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് കോസ്റ്റിൽ, അതായത് മാരുതിയുടെ ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 0.1% മുതൽ, അതായത് ഒന്നുമില്ലാത്ത സ്റ്റേജ് മുതൽ ഇങ്ങനെ ഓരോരോ പ്രോസസ്സിലൂടെ കടന്ന് അവസാനം അത് 3 വേരിയൻ്റായി. ആ 3 വേരിയൻ്റ് പിന്നെ അവസാനം 7 കളറിലേക്ക് എത്തുമ്പോഴേക്കും എത്രമാത്രം മൈന്യൂട്ട് പോയിൻ്റ് കടക്കണം. ക്ലിയർ അല്ലേ? ഈ വർക്കാണ് ഞാൻ പറഞ്ഞത് വെർട്ടിക്കൽ അനാലിസിസ്. മൂന്നാമതൊരു അനാലിസിസും കൂടിയുണ്ട്, അത് റേഷ്യോ അനാലിസിസാണ്. ആ റേഷ്യോ അനാലിസിസിൽ വരുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, നമ്മുടെ കാഷ് ഫ്ലോയിലുള്ള ചില ഐറ്റംസിന് ചില ഐറ്റമായിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഈ റിലേഷൻഷിപ്പ് ഒരു പീരീഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനൊരു കൺക്ലൂഷൻ മാനേജ്മെൻറ്റിന് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നു. പ്രധാനപ്പെട്ടതായിട്ട് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് റേഷ്യോ അനാലിസിസ് ആണ് സാധാരണ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആൻഡ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ മാനേജ്മെൻറ്റിന് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കും. ആ മാനേജ്മെൻറ്റ് അന്നേരം തന്നെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കും. ഇവിടെയെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടൈം ഈസ് ദ മാറ്റർ. ഏപ്രിൽ 2025 മാനേജ്മെൻറ്റിന് കിട്ടേണ്ട ഇൻഫർമേഷൻ സെപ്റ്റംബർ 2025 കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും പീരീഡ് ലാഗ് വന്നു ഡിസിഷൻ എടുക്കാനും കറക്റ്റീവ് മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. അപ്പോൾ ഈ ബിസിനസ് അനാലിസിൻ്റെ റോള് റിയൽ ടൈമാണ്. ടൈം ഈസ് ദ മാറ്റർ. അവിടെ അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഓഫീസർ ഉണ്ടായിരുന്നില്ല, മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഉറപ്പായിട്ടും ഈ ടൈം ഡിലേ, റിയൽ ടൈം ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ മെക്കാനിസം ഇല്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ആ ബിസിനസ് തലകുത്തി താഴോട്ട് പോകുന്നതാണ്. അതിന് സഹായിക്കുന്നതാണ് ഈ ബിസിനസ് അനാലിസ്റ്റിൻ്റെ ഈ റോള്.